എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കടുകെല്ലാം നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് 2 സവോള ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴന്നു വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ സവോളയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ എരിവിനനുസരിച്ചുള്ള ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായി വഴന്നു വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങപ്പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി തുറന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കണം. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരുന്നിടം വരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.